നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെങ്ങാമുക്ക് ചെറുവള്ളി കോളനിയിൽ കിണർ വെള്ളത്തിന് നിറമാറ്റം. പ്രചോദനം 2017 എന്ന മോട്ടിവേഷണൽ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിലെ സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. ആഗ്നേയം കവിതാ ശില്പശാല കുന്നംകുളത്ത് 60 ദീപങ്ങൾ തെളിയിച്ച് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. റോഡിലെ കുഴി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ്. ആർത്താറ്റ് ചുഴലിക്കാറ്റിൽ വീട് തകർന്നവർക്ക് ധനസഹായം നിഷേധിക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. പെങ്ങാമുക്ക് ചെറുവള്ളി കോളനിയിൽ കിണർ വെള്ളത്തിന് നിറമാറ്റം. പെങ്ങാമുക്ക് ചെറുവള്ളി കോളനിയിൽ കിണറുകളിലെ ജലത്തിന് നിറമാറ്റം. മഴക്കാലത്ത് നീല നിറത്തിൽ നിറഞ്ഞു കിടന്നിരുന്ന വെള്ളമാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് നിറം മാറി കറുത്തു നിറമായത്. ചെറിയൊരു ദുർഗന്ധവും ജലത്തിൽ നിന്നും വരുന്നുണ്ട്. ഇതോടെ ജലം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. കുടിവെള്ളത്തിന് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പരാതി ഉയർന്ന ചെറുവള്ളി കോളനി ഇന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ M ജയശങ്കറും വാർഡ് മെമ്പർ ശ്രീ വിജയ ഗോപിയും സന്ദർശിച്ചു. ശുദ്ധജല വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ നടത്തുമെന്ന് വാർഡ് മെമ്പർ വിജയ ഗോപി പറഞ്ഞു. ചെറുവള്ളി പാടത്ത് ഈ അടുത്ത കാലത്തായി അനിയന്ത്രിതമായി മാലിന്യങ്ങൾ തള്ളിയിരുന്നു. ഈ പാടത്തെ വെള്ളത്തിനും ഇതുപോലെ കറുത്ത നിറമാണ് ഇപ്പോൾ. ഇതിൽ നിന്നാകാം കിണറിലേക്ക് ഇത് പടർന്നതെന്നാണ് നാട്ടുകാർ കരുതുന്നത്. വലിയ ടിന്നുകളിൽ ദൂരദിക്കുകളിൽ നിന്ന് പോലും അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു. ഇവിടത്തെ പാടശേഖരങ്ങൾ 20 വർഷത്തിലധികമായി കാർഷിക പ്രവർത്തനങ്ങൾ നടത്താറില്ല. പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയാൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണെന്ന് നമ്പരപ്പടവ്, വലിയ കോൾപ്പടവ് എന്നിവിടങ്ങളിലെ പാടശേഖര സമിതികൾ വാർഡ് മെമ്പറുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു. പ്രചോദനം 2017 എന്ന മോട്ടിവേഷണൽ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആനപ്പറമ്പ് ടീം ഫോർ എവറിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9:30 മുതൽ 12:30 വരെ ചിറക്കൽ സംഗമ പാലസിൽ വെച്ച് പ്രചോദനം 2017 എന്ന പേരിൽ മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ പ്രചോദനം 2017 ഉദ്ഘാടനം ചെയ്തു. ഫോർ എവർ പ്രസിഡന്റ് ശ്രീ ഡിക്സൺ CS അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി CJ മാഗി, പെങ്ങാമുക്ക് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഷനോജ് മാസ്റ്റർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. മലപ്പുറം അക്കാദമിക് ആൻഡ് മോട്ടിവേഷണൽ കോർപ്പറേറ്റ് ട്രെയിനർ ശ്രീ നിഷാദ് പടയിൽ ക്ലാസുകൾ നയിച്ചു. പരീക്ഷകൾ നേരിടുമ്പോൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുന്നതിനും മത്സര പരീക്ഷകളിൽ കൂടുതൽ ധൈര്യത്തോടെ നേരിടുന്നതിനുമായിട്ടാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. സാധാരണയായി പല സംഘടനകളും പ്രസ്ഥാനങ്ങളും മികച്ച വിജയം നേടുന്ന കുട്ടികളെ ആദരിക്കാറുണ്ട്. ഇവിടെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രചോദനം 2017 എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയെ നല്ല രീതിയിൽ എഴുതി ഉയർന്ന സ്കോർ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആനപ്പറമ്പിലെ ടീം ഫോർ എവർ മുന്നോട്ട് വന്നത്. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിലെ സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ കീഴിലുള്ള സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാൾ ഇന്നും നാളെയും ആഘോഷിക്കുന്നു. കുരിശുപള്ളിയുടെ 42ാം പെരുന്നാളാണ് ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നത്. ഇന്ന് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് കത്തീഡ്രലിലേക്ക് ഘോഷയാത്രയും കുരിശുപള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ഉണ്ടായി. തുടർന്ന് ലഘുഭക്ഷണം വിതരണം ചെയ്തു. നാളെ പെരുന്നാൾ ദിനമായ ഞായറാഴ്ച 4 മണിക്ക് പ്രദക്ഷിണം, തുടർന്ന് പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. ജാതി മത ഭേദമന്യേ ആളുകൾ പങ്കെടുക്കുന്ന പെരുന്നാളാണ് സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാൾ. മേഖലയിലെ പെരുന്നാൾ ആഘോഷങ്ങളുടെ തുടക്കവും ഈ പെരുന്നാളിലൂടെയാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കത്തീഡ്രൽ വികാരി ഫാദർ ബാബു ചെറുവത്തൂർ, സഹവികാരി ഫാദർ റെന്നി ഉൾപ്പെടെ 5 വൈദികരാണ് പെരുന്നാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ സുമേഷ് ബി വിൽസൺ, സെക്രട്ടറി ബിനോയ് മാത്യു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പെരുന്നാൾ ചടങ്ങിൽ സംബന്ധിക്കും. ഷാജു കെ വർഗീസ് പ്രസിഡന്റും പീറ്റർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് കുരിശുപള്ളി പെരുന്നാളിന് നേതൃത്വം നൽകുന്നത്. ആഗ്നേയം കവിതാ ശില്പശാല കുന്നംകുളത്ത് 60 ദീപങ്ങൾ തെളിയിച്ച് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളപ്പിറവിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി കുന്നംകുളത്ത് റീഡേഴ്സ് ഫോറം സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് 60 തികഞ്ഞ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളെ കുറിച്ച് ആഗ്നേയം ഏകദിന കവിതാ ശില്പശാല സംഘടിപ്പിച്ചു. ബദനി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ കവികളും എഴുത്തുകാരുമായ കെ സച്ചിദാനന്ദൻ, സുനിൽ പി ഇളയിടം, റഫീഖ് അഹമ്മദ്, പ്രമോദ് രാമൻ, വി കെ ശ്രീരാമൻ, ഫാദർ പത്രോസ് തുടങ്ങിയവർ ചേർന്ന് 60 വിളക്കുകൾ തെളിയിച്ച് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മലയാള കവിത കടന്നുപോയ 60 വർഷത്തെ ഋതു പരിണാമങ്ങളെ കുറിച്ച് ശില്പശാലയിൽ പങ്കെടുത്തവർ ചർച്ച ചെയ്തു. സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും വിശ്വാസ നഷ്ടങ്ങളെയും അഭിമുഖീകരിച്ച് യുവത്വത്തിന്റെ മാപ്പുസാക്ഷ്യങ്ങളായിരുന്നു 70കളിലെ കവിതകളെന്ന് ശില്പശാല ഓർമ്മപ്പെടുത്തി. കടമ്മനിട്ടയും അയ്യപ്പ പണിക്കരും സച്ചിദാനന്ദനും കെ ജി ശങ്കരപ്പിള്ളയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും കവിതയെ അച്ചടിത്താളുകളിൽ നിന്ന് തെരുവോരങ്ങളിലേക്ക് പിടിച്ചിറക്കിയവരായിരുന്നു. കേരളത്തിന്റെ 60 തികയുന്ന ഈ കാലത്ത് പ്രക്ഷുബ്ധമായിരുന്ന 70കളിലെ കവിതയെ മുൻനിർത്തിയായിരുന്നു ശില്പശാല പ്രധാനമായും ചർച്ചകൾ നടത്തിയത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളെ കുറിച്ച് കവി കെ സച്ചിദാനന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി. സുനിൽ പി ഇളയിടം ആസ്വാദന പ്രഭാഷണവും വി കെ ശ്രീരാമൻ ആമുഖ പ്രസംഗവും നടത്തി. തുടർന്ന് നടന്ന കവിതാ അവതരണത്തിലും സംവാദത്തിലും കെ സി നാരായണൻ, എം വി നാരായണൻ, പി രാമൻ, പ്രമോദ് രാമൻ, ഹരിനാരായണൻ, കെ എൻ ഷാജി, വി കെ സുബൈദ, കെ എ മോഹൻദാസ്, പി എൻ ഗോപികൃഷ്ണൻ, വിജി തമ്പി, കാവിൽ മണി, രേഷ്മ പ്രസാദ്, വി എം ഗിരിജ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, സെക്രട്ടറി കെ പി മോഹനൻ, എസ് ശാരദക്കുട്ടി, ജോയ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ചുള്ള ആത്മഭാഷണം, ഡോക്യുമെന്ററി സ്ക്രീനിങ്ങും ചുള്ളിക്കാടിന്റെ കവിതകളെ ആസ്പദമാക്കി പീശപ്പള്ളി രാജീവിന്റെ രംഗാവതരണവും ഉണ്ടായിരുന്നു. ആഗ്നേയ പരിപാടികൾക്ക് വി പി രാമചന്ദ്രൻ, വി സി ഗീവർഗീസ്, പി എസ് ഷാനു, പി ജി ജയപ്രകാശ്, ഡോക്ടർ കെ പി എൻ അമൃത, ഡോക്ടർ കെ ശങ്കരൻ ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി.
എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Manufacturing Office, NVKM and Sons, Dindigal. Zone Distributor, Roja Agencies, Kunnamkuളം. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. റോഡിലെ കുഴി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുന്നു. റോഡിലെ കുഴി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാവുന്നു. പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിലെ കുഴിയിൽപ്പെട്ട് വാഹനയാത്രികർക്ക് പരിക്കേൽക്കുന്നത് പതിവായിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കുഴി അറിയാതെ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുതുവമ്മൽ സ്വദേശിക്ക് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. സ്കൂളിന്റെ മുന്നിലായതിനാൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും കുഴി ഭീഷണിയാണ്. സാംബവാൻ കോളനി, കൊള്ളന്നൂർ ഗാർഡൻ റോഡ് എന്നിവിടങ്ങളിലേക്ക് തിരിയുന്നത് ഈ കുഴിയുടെ സമീപത്തു കൂടിയാണ്. ഇതും അപകട സാധ്യത വർദ്ധിക്കുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ്. ആർത്താറ്റ് ചുഴലിക്കാറ്റിൽ വീട് തകർന്നവർക്ക് ധനസഹായം നിഷേധിക്കപ്പെട്ടു. ആർത്താറ്റ് മിന്നൽ ചുഴലിക്കാറ്റിൽ വീട് തകർന്നവർക്ക് അടിയന്തര ധനസഹായം വിതരണം ചെയ്യാനുള്ള കുന്നംകുളം നഗരസഭാ കൗൺസിൽ തീരുമാനത്തിന്റെ ഫയലിൽ നഗരസഭാ സെക്രട്ടറി ജയകുമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതോടെ നഷ്ടപരിഹാര തുകയുടെ വിതരണം തടസ്സപ്പെട്ടു. തിരൂർ നഗരസഭാ സെക്രട്ടറിയായ തിരുവനന്തപുരം സ്വദേശി ജയകുമാറിനെ കുന്നംകുളം നഗരസഭയുടെ അധിക ചാർജ് കൂടി നൽകിയിരുന്നു. ഇദ്ദേഹം ചാർജ് എടുത്ത ശേഷം ധനസഹായ വിതരണ ഫയലിന് ആദ്യം അനുമതി നൽകി. ഇതിന്റെ ഭാഗമായി പൂർണ്ണമായും വീട് തകർന്നവർക്ക് സെക്രട്ടറി ഒപ്പിട്ട് 10,000 രൂപയുടെ ചെക്കും നൽകിയിരുന്നു. ധനസഹായ വിതരണം ചെക്ക് നൽകി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. എല്ലാ കൗൺസിൽ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അർഹരായ 122 പേർ ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയാൽ ധനസഹായ തുകയായ 5,000, 2,000 രൂപ വീതം നഗരസഭയിൽ നിന്ന് അയച്ചു നൽകുമെന്ന് പ്രഖ്യാപനവും വന്നിരുന്നു. ഇതിനുശേഷമാണ് നഗരസഭാ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഫയലുകൾ തിരൂർ നഗരസഭയിലേക്ക് വിളിപ്പിച്ച് തനത് ഫണ്ടിൽ നിന്നും പണം അനുവദിക്കാൻ കഴിയില്ലെന്ന് ഫയലിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. ആദ്യം ചെക്കിൽ ഒപ്പിട്ട് നൽകിയ സെക്രട്ടറി പിന്നീട് ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കുന്നംകുളം നഗരസഭാ കൗൺസിലിനെ വെട്ടിലാക്കി. കഴിഞ്ഞ മാസം 25-ന് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കുന്നംകുളത്തെ ആർത്താറ്റ് മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത്. പുരാതനമായ പള്ളികളും സ്കൂളുകളും വീടുകളും തകർന്നിരുന്നു. കൃഷിസ്ഥലങ്ങളും നശിച്ചിരുന്നു. വീട് തകർന്നവർക്ക് ആശ്വാസ ധനസഹായം മാത്രമാണ് നഗരസഭ നൽകാൻ തീരുമാനിച്ചിരുന്നത്. സെക്രട്ടറിയുടെ ഇടപെടൽ മൂലം ധനസഹായ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ തിങ്കളാഴ്ച നഗരസഭാ പ്രതിനിധി സംഘം തിരുവനന്തപുരത്തേക്ക് പോകുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. വിപണി. അടയ്ക്ക പുതിയത് 4,300 രൂപ മുതൽ 4,525 രൂപ വരെ. രണ്ടാം തരം 3,000 രൂപ മുതൽ 3,600 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെങ്ങാമുക്ക് ചെറുവള്ളി കോളനിയിൽ കിണർ വെള്ളത്തിന് നിറമാറ്റം.
പ്രചോദനം 2017 എന്ന മോട്ടിവേഷണൽ ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിലെ സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. ആഗ്നേയം കവിതാ ശില്പശാല കുന്നംകുളത്ത് 60 ദീപങ്ങൾ തെളിയിച്ച് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. റോഡിലെ കുഴി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ്. ആർത്താറ്റ് ചുഴലിക്കാറ്റിൽ വീട് തകർന്നവർക്ക് ധനസഹായം നിഷേധിക്കപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.